നമസ്കാരം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയെ ആക്രമിച്ച ക്രിമിനലുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ നേർചിത്രമാണെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജാവേദ് പർവേഷ്. ഷാജൻ സ്കറിയെ ആക്രമിച്ചവർ നാളെ റോഡിലിറങ്ങി പിടിച്ചുപറി നടത്തുമെന്നും ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വിമർശിച്ചു. ഷാജനെ ആക്രമിച്ചതിൽ സന്തോഷിക്കുന്ന ഒരു വർഗമുണ്ട് എന്നും അവർ പരാജയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗാളിൽ 34 വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് ഒരു സീറ്റ് പോലും ഇല്ല എന്നത് സന്തോഷ വാർത്തയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഷാജൻ സ്കറിയെ ആക്രമിച്ച ക്രിമിനലുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ നേർചിത്രമാണ്. ഷാജനെ മർദ്ദിച്ചതിൽ സന്തോഷിക്കുന്നവരും കരുതിയിരിക്കുക. നാളെ ഇക്കൂട്ടർ റോട്ടിലിറങ്ങി പിടിച്ചുപറി നടത്തും. ആർക്കും ഇതിൽ നിന്ന് മോചനമുണ്ടാകില്ല. ബംഗാളിലും ഇങ്ങനെയായിരുന്നു. തിന്നുകൊഴുത്ത സിൻഡിക്കേറ്റുകൾ ഗുണ്ടാപ്പടയായി മാറി പിടിച്ചുപറി തുടങ്ങി. ഇടത് ഭരണത്തിൽ അനധികൃതമായി കയറിപ്പറ്റിയ ഒരു ബെനിഫിഷ്യറി കൂട്ടമുണ്ട്. ഭരണം നിലനിർത്തേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതിനായി എന്തും അവർ ചെയ്യും. ഭൂരിപക്ഷം സൈബർ പോരാളികളാകും. ചിലർ സൈബർ കുമാരപിള്ളമാരാകും. മറ്റു ചിലർ ആത്മഹത്യാ സ്ക്വാഡുകൾ വരെയാകും. ഈ ബെനിഫിഷ്യറി സംഘത്തിന് പുറത്ത് 10,000-കണക്കിന് പാർട്ടി അടിമകൾ സമാന സൗകര്യങ്ങൾക്കായി ആഗ്രഹം പൂണ്ട് കിടക്കുന്നുണ്ട്. ഇതിൽ ചിലർ ഒരു തൊഴിലിനായി ശ്രമിച്ച് പരാജയപ്പെട്ട ജ്യൂസ് അടിച്ച് ആത്മഹത്യ ചെയ്ത സഹാവിന്റെ ദുർഗതിയിലേക്കും പോകും. വലിയൊരു വിഭാഗം പുതിയൊരു സിൻഡിക്കേറ്റായി മാറും. ഹൈബ്രിഡ് ഗുണ്ടാപ്പണി നടത്തും. ഈ ഹൈബ്രിഡ് ഗുണ്ടകളാണ് നിയമം കയ്യിലെടുക്കുന്നത്, ആക്രമണം നടത്തുന്നത്. ഷാജനെ ആക്രമിച്ചതിൽ സന്തോഷിക്കുന്ന വർഗത്തെ കണ്ടു. എന്തൊരു പരാജയമാണ് അവർ. ചരിത്രം സന്തോഷം നൽകുന്നത് കൂടിയാണ്. 34 വർഷം ഭരിച്ച് പൂണ്ട് വിളയാടിയ ഇവന്മാർക്ക് ബംഗാളിൽ പോലും ഒരു സീറ്റ് ഇന്നില്ല. സൈബർ കുമാരപിള്ളമാരും ഇടത്തരം ഗുണ്ടകളും മറ്റും BJP-യിലേക്കും മറ്റും ചേക്കേറി. സഖാക്കൾ എന്ന് പറയുന്നവരുമായി സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. സാധിക്കുമെങ്കിൽ സെക്കൻഡറി കോണ്ടാക്റ്റും ഒഴിവാക്കുക. FIR പ്രകാരം 5 പേർ ചേർന്നാണ് ഷാജൻ സ്കറിയെ മങ്ങാട്ട് കവലയിൽ വെച്ച് ആക്രമിച്ചത്. ആരുടെയും പേര് FIR-ൽ ഇല്ല. എന്നാൽ ക്വാറി മുതലാളിയായ CPM അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഷാജൻ സ്കറിയയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് എന്ന് FIR പറയുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 6:40 സംഭവം. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ FIR ഇട്ടാണ് പോലീസ് വധശ്രമ കുറ്റം ചുമത്തിയിട്ടുള്ളത്. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും T സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ ആക്രമണം നടത്തിയെന്നാണ് FIR-ൽ പറയുന്നത്. മങ്ങാട്ട് കവല മില്ലിന് മുൻവശം ഥാർ ജീപ്പ് ഇടിച്ചാണ് സംഭവം നടപ്പാക്കിയത്. ഇതിനുശേഷം ജീപ്പിൽ നിന്നും ഡോർ തുറന്നിറങ്ങി വന്ന നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു. ഇതിനെ എതിർത്ത ആവലാതിക്കാരനെ 1-ാം പ്രതി കൈ ചുരുട്ടി വലത് മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെയിടിച്ചു. ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി. 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ഷാജൻ സ്കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി. 2-ാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകൂവെന്ന് പറഞ്ഞ കഴുത്തിൽ അമർത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. മരണവെപ്രാളത്തിൽ കൈതട്ടി മാറ്റിയത് കൊണ്ടാണ് ആവലാതിക്കാരൻ മരണം സംഭവിക്കാത്തതെന്നും FIR-ൽ പറയുന്നുണ്ട്. അതായത് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്.